കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സിമന്റും മണലും ഒന്നിച്ചു ചേർന്ന് കോൺക്രീറ്റ് പോലെ ഇരുന്ന ആൾക്കാരെ പിരിഞ്ഞു പോയ പാല് പോലെ പിരിഞ്ഞിരിക്കാടി. ഇനി കീരിയും പാമ്പ് പോലെ ആയിരിക്കും. ഇതൊരു ഗുഡ് ന്യൂസ് തന്നെ ആന്റി. രാത്രിയൊന്നും എനിക്ക് ഉറക്കമേ ഇല്ല. രാവിലെ തന്നെ ഹാപ്പി ന്യൂസും കിട്ടി. താങ്ക് യു താങ്ക് യു താങ്ക് യു. മതി മതി, ഇരിക്കെ. നോക്ക്, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി നീയോ ചെയ്യേണ്ടത്. ആ വസുവിനും ഭാവനയ്ക്കിടയിലെ അകലം നീ വർദ്ധിപ്പിച്ച് നീ ഭാവനയോട് അടുക്കേണ്ടിയിരിക്കുന്നു. വസുവിനെ കണ്ട അവക്ക് ദേഷ്യം തോന്നണം. ഭാവന നിന്റെ കൂടെ ആണെങ്കിൽ ഈ കുടുംബത്തിന്റെ അധികാരം നിന്റെ കയ്യിൽ വരും. പിന്നെ എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഷ്യൂർ ആന്റി, ആന്റി പറയുന്നത് പോലെ ചെയ്യാം. ഏട്ടൻ നമ്മുടെ റെപ്യൂട്ടേഷൻ മുഴുവൻ നശിപ്പിച്ചു വച്ചാ. ഞാൻ വിശ്വസിച്ചേൽപ്പിച്ച ഒരു ഈവന്റ് മാനേജ്മെന്റ് ഈ ഏട്ടൻ മൊത്തം കൊളാ. ഏട്ടനെ കൊണ്ട് ഒരു ഈവന്റ് പോലും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഏട്ടന്റെ സ്ഥാനത്ത് പുറത്തുനിന്ന് ഒരാളെ ഞാൻ അപ്പോയിന്റ് ചെയ്തേക്കാം. എങ്ങനെയെങ്കിലും ഇവന്റ് മാനേജ്മെന്റിൽ നിന്ന് നിന്നെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് വസുവിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അവര് രണ്ടു കൂടി നടത്തിയ നാടകമാടാ. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ജോഗിങ്ങിന് കണ്ടില്ലല്ലോ? എഴുന്നേറ്റപ്പോ ലേറ്റായോ? ഇന്നലെ ഒരു 5 lakhs ആണെന്ന് പറഞ്ഞിരുന്നില്ലേ? ചെക്ക് എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തോളൂ. വേണ്ട. അതെന്താ? ഏതോ ഒരു ഫ്രണ്ടിന് അർജന്റായിട്ട് പണം വേണമെന്ന് പറഞ്ഞല്ലേ? വേറെ അടുത്ത് പറഞ്ഞ് ഞാൻ അറേഞ്ച് ചെയ്തു. എന്തിനായിട്ടാ വേറെ ആളോട് ചോദിച്ചത്? നമ്മുടെ കയ്യിലുണ്ടല്ലോ. എന്റെ കയ്യിലില്ല. എന്താ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഏട്ടാ, എന്തിനാ അബിയേട്ടനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? ഇന്നലെ സംഭവിച്ചത് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുക? അബിയേട്ടൻ അങ്ങനെ മനഃപൂർവ്വം ഒന്നും ഏട്ടനോട് സംസാരിക്കില്ലെന്ന് അറിയാലോ. ഏട്ടന്റെ ഫ്രണ്ടിന് പണം വേണമെങ്കിൽ നമുക്ക് കൊടുക്കായിരുന്നല്ലോ. എന്തിനാ മറ്റൊരാളോട് ചോദിക്കാൻ പോയത്? ഏട്ടൻ്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞു. എന്റെ പൈസ ഏട്ടന്റെ പൈസ, അബിയേട്ടന്റെ പൈസ എന്നൊന്നും എപ്പോഴെങ്കിലും നമ്മൾ വേർതിരിവ് കാണിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ആ കാശാണോ ഏട്ടാ നമ്മളെ മൂന്നുപേരെയും പിരിക്കുന്നേ? എന്തിനാ അങ്ങനെ സംസാരിക്കാൻ പോയത്? അബിയേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുമായിരുന്നോ? ഏട്ടൻ തെറ്റ് ചെയ്തിട്ട് അബിയേട്ടനെ എന്തിനാ വേദനിപ്പിക്കുന്നത്? അബിയേട്ടൻ എപ്പോഴും നമ്മുടെ നന്മയല്ലേ ആഗ്രഹിക്കുന്നത്? എന്താ ഏട്ടാ ഇത്?
അബേട്ടന്റെ സ്വഭാവം എന്താണെന്നും ഏട്ടന് അറിയാവുന്നതല്ലേ? എന്നോട് ക്ഷമിക്കടാ, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതിന് ഞാൻ ഒരുപാടാ. പ്ലീസ് ഏട്ടാ, ഏട്ടൻ ഞങ്ങളെക്കാളും വയസ്സിന് മുതിർന്നയല്ലേ? അച്ഛൻ കഴിഞ്ഞ പിന്നെ ഏട്ടനാ ഞങ്ങൾക്ക് അച്ഛൻ. ഏട്ടനെക്കാളും വലുതായിട്ട് ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലല്ലോ ഏട്ടാ. ഏട്ടൻ കണക്കില് തെറ്റ് വരുത്തിയാലും സാരമില്ല. എന്നാ നമ്മൾ മൂന്നുപേരുടെയും കാര്യത്തില് കണക്കൊരിക്കലും തെറ്റാൻ പാടില്ല. ഒന്നും അറിയാത്തവരെന്തു പറഞ്ഞാലും അത് മണ്ടത്തരമായി പോവും. ചേച്ചിയല്ലേ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളേ? ഇപ്പഴാ മനസ്സിലായി തുടങ്ങിയത്. എന്റെ ഭർത്താവ് ഒരു പാവ മനുഷ്യനാ, ഒരു ജോലിയും ചെയ്യാൻ അറിയാത്ത മണ്ടൻ, ഒന്നിനും ഉപയോഗമില്ലാത്തവൻ. അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു? ഏട്ടനെത്തിയോ? ഞാൻ കോഫി എടുത്തിട്ട് വരാം.
കോഫി. ശ്രദ്ധിച്ചു കുടിക്കുക. ഓക്കെ. ഏട്ടൻ എന്തു പറ്റി? എന്താ മുഖം വല്ലാതിരിക്കുന്ന? എന്താ മുഖം വല്ലാതിരിക്കുന്ന? എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണോ? കുട്ടിക്കാലത്ത് ഏട്ടനും ഞാനും അഖിലും ഒരുമിച്ച് തന്നെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഏട്ടൻ മാത്സിൽ കുറച്ച് വീക്കായിരുന്നു. ഏട്ടൻ്റെ ഹോംവർക്ക് ഞാനാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ എഴുതിയിട്ട് ഏട്ടന് ഒന്നും അറിയില്ലെന്ന് പറയുമായിരുന്നു. ക്ലാസ്സിൽ ജയിക്കണമെങ്കിൽ മാർക്ക് മതി, മാത്സ് ആവശ്യമില്ലെന്ന് ഏട്ടൻ പറയുമായിരുന്നു. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഏട്ടനത് സമ്മതിച്ചില്ല. ആ വർഷം ഏട്ടൻ തോറ്റുപോയി. അപ്പോഴാണ് മനസ്സിലാക്കിയത്. അതിനുശേഷം ഏട്ടൻ കണക്ക് ഒറ്റയ്ക്ക് പഠിച്ചെടുത്തു. തെറ്റ് ചെയ്യുമ്പോഴെല്ലാം അത് സമ്മതിച്ചാൽ മാത്രമേ പിന്നീട് നമ്മൾ ഒരിക്കലും തെറ്റിയാതിരിക്കൂ. കുഞ്ഞുനാളിൽ ഏട്ടൻ പഠിച്ച ആ പാഠം ഇത്രയും വർഷങ്ങളായിട്ടും എന്തുകൊണ്ട് ഏട്ടനത് മറന്നുപോയത്? ഭാസ്കരേട്ടൻ ഏട്ടനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇന്നലെ ഞാൻ അങ്ങനെ സംസാരിച്ചത് ഏട്ടന് ഹേർട്ടായെന്ന് തോന്നുന്നു. തെറ്റ് തെറ്റാണെന്ന് പറയുന്നത് പോലും ഒരു തെറ്റാണോ? താൻ ചെയ്ത തെറ്റ് ഏട്ടന് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഏട്ടൻ എപ്പോഴാ അത് പഠിക്കുക? നമ്മൾ ചെയ്ത തെറ്റ് മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ മാത്രമല്ലേ വീണ്ടും നമ്മളത് ആവർത്തിക്കാതിരിക്കൂ. ഈ ഒരു ചെറിയ കാര്യം ഏട്ടൻ എന്താ മനസ്സിലാക്കാത്തെ? ഏട്ടൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ കാര്യത്തില് ഏട്ടന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനെന്ത് തെറ്റാ ചെയ്ത്? ഭാസ്കരേട്ടന് തെറ്റു പറ്റിയിട്ടുണ്ടാവാം. പക്ഷേ അത് പറയുന്നതിനൊരു രീതിയുണ്ട്. അത് മനസ്സിലാക്കി പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ച വഴക്ക് പറഞ്ഞ് അതുകൊണ്ട് ഭാസ്കരേട്ടന് വിഷമമായത്. ഏട്ടൻ എന്നെ മനസ്സിലാക്കുന്ന വിചാരിച്ചേ? ഭാസ്കരേട്ടൻ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും. തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ദേഷ്യപ്പെടുകയല്ല വേണ്ടത്, ഉത്തരവാദിത്വമാണ്. ഭാസ്കരേട്ടന് ഉത്തരവാദിത്വം ഇല്ലെന്നാണോ പറയുന്നത്? ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ചെയ്ത തെറ്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ തെറ്റ് സംഭവിച്ചെന്ന് അനലൈസ് ചെയ്യണം. വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നും ആലോചിക്കണം. അതൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഹേർട്ടായിട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഏട്ടനോട് ഞാൻ ഇങ്ങനെ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല. എന്നെപ്പോലെ എന്റെ ഏട്ടന് ഈവൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് നമ്മൾ ഉണ്ടാക്കണം. ഈ ഈവന്റ് ഏട്ടൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് തീർത്തിരുന്നെങ്കിൽ അപ്പോഴും എല്ലാവരും മുന്നിൽ വെച്ച് ഞാൻ എന്റെ ഏട്ടനെ പുകഴ്ത്തിയാനെ. അങ്ങനെയാണെങ്കിൽ മറ്റാരെക്കാളും അധികം ഞാനല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത്. ഇതെല്ലാം ഭാസ്കരേട്ടൻ അറിയാവുന്നതാ. ഏട്ടൻ വെറുതെ ടെൻഷൻ അടിക്കാതെ. ഭാസ്കരേട്ടൻ വളരെ നല്ല മനുഷ്യനാ. ഏട്ടൻ വിഷമിച്ചു കഴിഞ്ഞാ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഏട്ടൻ എനിക്കെന്റെ അച്ഛനെ പോലെയാണ്. കുട്ടിക്കാലത്ത് തന്നെ എടുത്തോണ്ട് നടക്കുമായിരുന്നു. അമ്മ എനിക്കും അഖിലിനും ചോറ് വാരി തരുന്നത് കണ്ട് സ്കൂളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിടാതെ ഞങ്ങളെ രണ്ടുപേരെ ഇരുത്തി ഏട്ടൻ തന്നെ വാരി തരുമായിരുന്നു. ഞങ്ങൾക്ക് മാതൃകയായിരുന്നു. അങ്ങനെയുള്ള ഏട്ടനിപ്പോ
ഭാസ്കരേട്ടന് മാറ്റമൊന്നും വന്നിട്ടില്ല. അദ്ദേഹം അപ്പോഴെങ്ങനെയാണോ ഇപ്പോഴും അതുപോലൊക്കെ തന്നെയാ. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും ചേട്ടനാ ഏട്ടൻ ബഹുമാനിക്കേണ്ട ആൾ. ഏട്ടത്തി എന്തെങ്കിലും തന്നോട് പറഞ്ഞിരുന്നോ? ഒന്നും ചെയ്യാൻ കഴിയാത്തവര് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനേക്കാള് മിണ്ടാതെ നിൽക്കുന്നതാ നല്ലത്. ഈ കാര്യം ഇന്നലെയാ ഞാനും എന്റെ ഏട്ടനും അറിഞ്ഞത്. എന്റെ വിഷമങ്ങളൊക്കെ ആരും മനസ്സിലാക്കാനാ? എല്ലാവർക്കും സ്വന്തം കാര്യമല്ലേ ഉള്ളൂ. നല്ല ചോദ്യം. നിങ്ങളുടെ ഏട്ടൻ ശ്രീരാമചന്ദ്രനാണെങ്കിലേ എന്റെ ചേച്ചി സീതയാ. ഭാസ്കരേട്ടൻ എത്ര നല്ല ആളാണോ അതിനേക്കാൾ നല്ലവരാ എന്റെ ചേച്ചിയും. അവരെ ഏട്ടൻ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെനിക്കറിയാം. അമ്മയ്ക്ക് പോലും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. എന്നാ ഏട്ടത്തിക്ക് ഒരിക്കലും ദേഷ്യം വരില്ല. എന്നെ എന്റെ അനിയൻ അഖിലിനെയും ഏട്ടത്തിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും അമ്മ ഞങ്ങളോട് സീരിയസ് ആയാൽ ഏട്ടത്തി ഞങ്ങൾക്ക് വേണ്ടി അമ്മയോട് വഴക്കുണ്ടാക്കുമായിരുന്നു. എന്റെ രണ്ടാനമ്മയാണ് ഏട്ടത്തി. ഏട്ടത്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഏട്ടനെ ബുദ്ധി ഉപദേശിക്കും. ആ വിശ്വാസം എനിക്ക് ഒരുപാടുണ്ട്. ഏട്ടത്തിക്ക് ഒട്ടും തന്നെ ദേഷ്യം വരില്ല. അതേട്ടാ, ചേച്ചി എല്ലാം മനസ്സിലാക്കുന്ന ആളാ. ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ പോയി ഭക്ഷണം എടുത്തു വെക്കാം. ഹായ് ഏട്ടത്തി. ഡൈനിങ് ടേബിൾ റെഡിയാക്കുകയാണോ? ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? ഏട്ടത്തിയുടെ കൂടെ ജോലി ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷ. നിങ്ങൾ രണ്ടുപേരും ചേർന്നിങ്ങനെ ജോലി ചെയ്യുന്ന കാണുമ്പോ എന്റെ മനസ്സ് നിറയാ. എന്തൊക്കെയായാലും ഭാവന ഏട്ടത്തി ഗ്രേറ്റ് ആണ് ആന്റി. 20 years ഞാൻ വീട്ടിലുണ്ടായിട്ടും എനിക്ക് പഠിക്കാൻ പറ്റാത്ത ജോലികൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഭാവന ഏട്ടത്തിയെ കണ്ട എല്ലാം പഠിച്ചത്. പിന്നെ ഭാവന ആരെന്നാ നീ വിചാരിച്ചു?